എക്സൽ മീഡിയ ടി വിയുടെ ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഫാമിലിയെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ബ്രദർ ഷോയ് വർഗീസ് ആൻഡ് ഡോക്ടർ സ്നേഹ ഷോയ്. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് എക്സൽ മീഡിയ ടി വിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ കടന്നു വന്നതിൽ. കഴിഞ്ഞ ചില വർഷങ്ങളായി ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണ്. ഒത്തിരി കുടുംബങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പല ദൈവദാസന്മാരുടെ ടെസ്റ്റിമണീസ് നമ്മൾ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു. അതൊക്കെ അനേക ആളുകൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇന്ന് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ദോഹയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ് പ്രിയ ഷോയ് വർഗീസ് സാറിൻ്റെ കുടുംബം. അതോടൊപ്പം തന്നെ അവർ ഫാമിലിയായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ഇന്ന് നമുക്ക് ഇവരെ പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്നുള്ള ടെസ്റ്റിമണി നമുക്ക് കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാം, കർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു, അതൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ ആളുകൾ കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹമായി മാറുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് സംസാരിച്ച് പോകാം. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പ്രിയ ഷോയ് ബ്രദർ സംസാരിക്കും. താങ്ക് യു. ആദ്യമേ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എക്സൽ മീഡിയയ്ക്ക് ദൈവനാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ദോഹയുടെ പ്രദേശത്ത് ആയിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് 3 തലമുറകളെ തന്നിട്ടുണ്ട്. സാമുവൽ, ഡാനിയൽ, മിഷേൽ. ഞങ്ങൾ 5 പേരും കഴിഞ്ഞ നാളുകളിൽ ദോഹയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു വരുന്നു. അവധിയോടുള്ള ബന്ധത്തിൽ ഞങ്ങളിപ്പോൾ നാട്ടിലായിരിക്കുന്നു. എൻ്റെ പേര് ഷോയ് വർഗീസ്. ഞാൻ മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ ഭവനത്തിൽ ബാക്കി എല്ലാവരും കത്തോലിക്ക വിശ്വാസത്തിലാണ്. ഞാൻ മാത്രമാണ് ഈ സത്യദൈവ ആരാധനയിൽ കടന്നു വന്നിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ 15 വർഷമായി ദോഹയുടെ പ്രദേശത്തായിരിക്കുന്നു. അവിടെ ഒരു ചെറിയ ബിസിനസ്സും പിന്നെ ബാക്കി സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. അവിടുത്തെ ദോഹ IPC സഭയോട് ചേർന്ന് മിഷൻ പ്രവർത്തനങ്ങളിൽ ദൈവം ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് കൽക്കട്ടയിൽ ഒരു മിഷൻ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ആ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് ഞങ്ങളിവിടെ ചെയ്തെടുക്കുന്നു. ഇത് എൻ്റെ ഭാര്യ സ്നേഹ. എക്സൽ ടീമിന് എല്ലാവർക്കും ക്രിസ്ത്യേശിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് സ്നേഹ. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ മസ്കറ്റിലാണ്, ഒമാൻ എന്ന് പറയും. എനിക്ക് എൻ്റെ പപ്പ എലന്തൂരുണ്ട്, സ്വന്തം ദേശം എലന്തൂരാണ്. എൻ്റെ മാതാവ് 13 വർഷങ്ങൾക്ക് മുമ്പേ നിത്യതയിൽ പ്രവേശിച്ചു. 2 സഹോദരങ്ങളുണ്ട്. 2 പേരും കർത്താവിൻ്റെ വേല ചെയ്യുന്നു, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ. ഒരാൾ മൈസൂറും ഒരാൾ ദോഹയിലും ആയിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേല ചെറിയ പ്രായം തൊട്ട് തന്നെ ചെയ്യുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. നല്ല മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട് വളർത്തി നല്ല ദൈവകൃപയിൽ തന്നെ കർത്താവ് ഞങ്ങളെ 3 പേരെയും വളർത്തി. ഇപ്പോൾ ഞങ്ങൾ മക്കൾ 3 പേരും കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നു. ദൈവം അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും എനിക്കൊന്ന് ഷോയ് ബ്രദറിന്റെ വീട്ടിൽ നിന്ന് ഷോയ് ബ്രദർ തന്നെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അതിന്റെ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? എങ്ങനെയാണ് കർത്താവിനെ അറിയാൻ കഴിഞ്ഞത്? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കത്തോലിക്ക വിശ്വാസത്തിലുള്ളവരായിരുന്നു. എൻ്റെ ഭവനത്തിൽ പപ്പയുണ്ട്, മമ്മിയുണ്ട്, മൂത്ത ബ്രദർ, ഇളയ ബ്രദർ, ഇളയ സിസ്റ്റർ. ഞങ്ങൾ 6 പേരടങ്ങുന്ന കുടുംബമാണ്. ഞാൻ ദുബായിയുടെ പ്രദേശത്തായിരിക്കുമ്പോൾ ആണ് റഷ്യയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ദോഹയിൽ കടന്നു ചെന്ന് ദോഹയിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. ദോഹ IPC സഭയിൽ കഴിഞ്ഞ 14 വർഷമായി സ്നാനപ്പെട്ടിട്ട്. വിശ്വാസ ജീവിതം പാരമ്പര്യത്തിൻ്റെ ഇതിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏക ദൈവത്തെ അറിയുവാനും ഏക ദൈവത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയുവാനും ദൈവം എന്നെ ഇടയാക്കി. അതിനുശേഷം ഇന്നേ വരെ ആ വിശ്വാസത്തിൽ തുടരുവാനും ദൈവം സഹായിച്ചു. സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഭവനത്തിലുള്ളവരെയൊക്കെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹ ഷോയ് എന്നാണ് സിസ്റ്റർ പേര്. അപ്പം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, മമ്മി മരിച്ചുപോയെന്ന് പറഞ്ഞ് 13 വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹ ഷോയ് എന്നാൾ ഡോക്ടർ സ്നേഹ ഷോയിലേക്ക് വരണമെങ്കിൽ അതിന് മുമ്പിൽ ഒത്തിരി കടമ്പകളുണ്ട്. നമുക്കറിയാം അത് എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ചൊരു മാതാവില്ലെങ്കിൽ മുമ്പോട്ടുള്ള വളർച്ചയാണെങ്കിലും അതിൻ്റെ സ്റ്റഡീസ് ആണെങ്കിലും ഒക്കെ
ഒത്തിരിയേറെ പ്രതിസന്ധികൾ കാണും. അപ്പോൾ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും എനിക്കറിയാം, ഞങ്ങൾ എക്സൽ മീഡിയ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാണാറുണ്ട്, ഒത്തിരി യുവജനങ്ങളെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ദൈവം നടത്തിയ ആ ഒരു വിധങ്ങളുണ്ട് നമ്മുടെ കഴിവിനപ്പുറമായിട്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. അപ്പം തീർച്ചയായിട്ടും അതൊന്ന് പറയാമോ, ദൈവം എങ്ങനെയാണ്? ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നത് ഒരു ഡോക്ടർ എന്ന ഒരു സ്റ്റാറ്റസിലല്ല, കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നിങ്ങളുടെ മധ്യ. ആൻഡ് ഐ കൺസിഡർ ഇറ്റ് ആസ് എ പ്രഷ്യസ് പ്രിവിലേജ്. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യപതിയാണ് കർത്താവിനെ ആരാധിക്കാൻ പറ്റിയ ഒരവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ +2 വരെ എനിക്കൊരു ആംബിഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ഡോക്ടറാകുക, നല്ല ഒരു സർജൻ ആകുക എന്നൊക്കെ വളരെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ മെഡിസിനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ മാതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടെങ്കിലും എനിക്ക് ഇതുവരെയും ആ പ്രൊഫഷനിലോട്ട് കയറുവാൻ എനിക്ക് സാധിച്ചില്ല. ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഗോഡ്സ് പ്ലാൻ വാസ് ഡിഫറെൻറ്റ് ഫോർ മീ. ദൈവത്തിൻ്റെ പ്ലാൻ എന്നെക്കുറിച്ചുള്ളത് ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മാനസികമായി എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുമ്പോൾ മാനസിക വിഷമങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയാം, ഒരു ഡോക്ടറായിരിക്കുന്നതിനേക്കാളും ഏറ്റവും ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കർത്താവിനെ ആരാധിക്കുമ്പോഴാണ്. അതാണ് ദൈവം എനിക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യപദവി എന്ന് പറയുന്നത്. കർത്താവ് എന്നെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുമായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. 13 വർഷവും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പഠിത്തം കഴിഞ്ഞ് നേരെ വിവാഹം കഴിച്ച് പോവുമായിരുന്നു. അതിനുശേഷം എൻ്റെ മാതാവ് മരിച്ചു. ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന സകല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി, ഫിനാൻഷ്യലി എല്ലാ ഘട്ടങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മെൻ്റലി ഒരുപാട് വിഷയങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഈവൻ ഒരു പാട്ട് പാടുമ്പോൾ തന്നെ എന്താ പറയുക, ടു ബി ഹോണസ്റ്റ്, ശ്വാസം മുട്ടലും പാനിക് അറ്റാക്കുകളും ട്രെംബ്ലിങ്ങും ഒക്കെ എൻ്റെ ലൈഫിൽ വന്ന് ആ സാഹചര്യങ്ങൾ, ഡാർക്കസ്റ്റ് നൈറ്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതൊക്കെ തരണം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ് കിടന്ന് നിലവിളിച്ചാണ്. ഇവൻ ഒരു സോങ് പോലും, ഒരു വർഷിപ്പ് സെക്ഷൻ പോലും, അത് എനിക്കും എൻ്റെ ദൈവത്തിനും മാത്രമേ അറിയൂ ഞങ്ങൾ എങ്ങനെ അത്. സോ ഞാനത് പാടുമ്പോൾ ഇറ്റ്സ് നോട്ട് മീ, God is being reflecting through me, and I'm really happy that God chose me as his vessel. ഞാൻ ഇവിടെ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു, കുശവൻ കുഴച്ചതാ മണ്ണാണ്. അതെൻ്റെ അനുഭവം തന്നെയാണ്. കുശവൻ കൈകളിൽ ആ വെസലിനെ കുഴച്ച് ബ്യൂട്ടിഫുൾ ആക്കുന്നത് പോലെയാണ് ആയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദൈവം എന്നെ പണിതു, കുടുംബമായി ഞങ്ങളെ പണിതു. We went through a lot of hardships, ഏകാന്തമായ അവസ്ഥകൾ, ഈവൻ കുടുംബമായി തന്നെ ഞങ്ങൾ ഒറ്റപ്പെടലുകൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഏതൊക്കെ ഡാർക്കസ്റ്റ് അനുഭവങ്ങളിൽ കൂടെ പോകും, അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളിൽ സാഹചര്യങ്ങൾ ഞങ്ങളെ നടത്തി. പക്ഷേ God was with us. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. That's why we are here today. God was with us. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നത്. ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പലവിധമായ പ്രതിസന്ധികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ, എനിക്ക് തോന്നുന്നു ഷോയ് ബ്രദർ ഒരു പ്രൊഫഷണലി ഒരു ടീച്ചറോടായിരുന്നല്ലോ, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ തീർച്ചയായിട്ടും കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഒത്തിരിയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കാണാം, ചിലപ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ ഇഷ്യൂസ് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാഡ് ഫ്രണ്ട്ഷിപ്പിലൂടെ അവർ മറ്റുള്ള ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു, സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആകുന്നു. അവരുടെ ലൈഫ് ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഫാമിലിക്ക് അവരെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഇന്നത്തെ ഒരു ജനറേഷനോട് പറയാൻ പറ്റുന്ന എന്താണ് ഒരു ടീച്ചർ എന്ന നിലയിൽ ഷോൾബറിന് പറയാൻ കഴിയുന്നത്? ഞങ്ങളിപ്പോൾ സ്നേഹ പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധികളും ഇതൊക്കെ അനുഭവിച്ചു. ഞങ്ങൾ അപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ആശ്രയം കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും കുടുംബവുമായി ദൈവത്തിൽ ആശ്രയിക്കും, കുടുംബത്തിലുള്ള ഐക്യം. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ പല രീതിയിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ നമ്മുടെ ഈ ശത്രു ഏറ്റവും കൂടുതൽ പണിയുന്ന അവിടെയാണ്, കുടുംബങ്ങളിലാണ്. കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ അതാ കാണുന്നത്, കുടുംബങ്ങളിലുള്ള വിള്ളലുകളാണ് ഈ
തലമുറകൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകാനൊക്കെ ഏറ്റവും കൂടുതലുള്ള കാരണം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ തെറ്റുകളും ഇതും പറ്റാത്ത മനുഷ്യർ വളരെ കുറവാണ്. പക്ഷേ കുടുംബങ്ങളിലുള്ള അകൽച്ചകൾ എത്രയും പെട്ടെന്ന് കുറച്ച് കൊണ്ടുവന്ന് കുടുംബജീവിതത്തെ സ്ട്രോങ് ആക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തലമുറകളെ ഒരു പരിധി വരെ നമുക്ക് കയ്യിൽ ഇത് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ പല കുഞ്ഞുങ്ങൾക്കും പാരൻസിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല, ഓപ്പണായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ പാരൻസ് എല്ലാം തിരക്കുള്ളവരാണ്. അപ്പോൾ എത്രയോ സമയം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയോ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനായിട്ട് പാരൻസ് തയ്യാറാവണം. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ തങ്ങളുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് എപ്പോഴും അവരുമായിട്ടുള്ള റാപ്പോ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ തലമുറയിൽ അത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ അത് ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ലോകം അത്രമാത്രം നമ്മൾ വളരെ ഇതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ലോകമാണ്. കാരണം ഞാൻ ആസ് എ ടീച്ചർ ഞാൻ ഈ വളരെ റീസെൻ്റായിട്ട് ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ പല ടെക്നോളജീസും പേരൻസിന് അറിയില്ല. ഇപ്പോഴത്തെ ഈ ലോകം പോകുന്ന അഡ്വാൻസ് ടെക്നോളജീസിനെ കുറിച്ച് പേരൻസിന് അറിയില്ല, എന്തുമാത്രം ഡെവലപ്ഡാണ് ഈ വേൾഡ് എന്നുള്ളത്. എൻ്റെ മനസ്സിൽ വന്നൊരു വലിയൊരു ഭാരമാണ് പേരൻസിന് അതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് കൊടുക്കണം. കാരണം കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അവർ കാണുന്ന വീഡിയോസ് എങ്ങനെയാണ് എന്താണെന്ന്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു AI-യുടെ ഇത് വന്നതോടുകൂടി പല അഡ്വാൻസ്ഡ് ഇതും, അതായത് വിത്തൗട്ട് ഈവൻ VFX-ൻ്റെ ഇത് വന്നു, അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ ഇതെങ്ങനെയാണ് പേരൻസിന് ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ള അവർക്ക് അറിയില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ വീഡിയോ കാണുന്നു എന്നുള്ള ഒരു പേരിൽ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നീട് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പോൾ അത് നല്ല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആ ഒരു ഇതിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു തീർച്ചയായിട്ടും കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ തലമുറകൾ ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ്. അതവർക്ക് ഉപയോഗിക്കാനും അറിയാം, ചെറുപ്രായത്തിൽ അവർ ഉപയോഗിക്കാൻ പഠിക്കുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ. സ്നേഹ സിസ്റ്റർ നല്ലൊരു ഗായികയോടാണ്, പാട്ടുകൾ പാടുന്നുണ്ട്, വർഷിപ്പ് ചെയ്യുന്നുണ്ടെന്ന് മുമ്പ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കർത്താവിനെ ആരാധിക്കുവാനും പാട്ടുകൾ പാടാനൊക്കെ ലൈഫിൽ ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈഫിൽ ഏറ്റവും അധികം ടച്ച് ചെയ്തൊരു ഗാനം ഏറ്റവും അധികം ടച്ച് ചെയ്ത് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവരുടെയും നമ്മളെ പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആ പാട്ടായിരിക്കും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് പാട്ടുകളിലൂടെ കർത്താവിനെ അറിഞ്ഞ ഒത്തിരി ആളുകളുമുണ്ട്. നമ്മുടെ പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അനുഭവം ഓർക്കുന്നത് ഭക്തവത്സലങ്ങൾ തന്നെ എഴുതിയൊരു മലയാളം പാട്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഒരു ഗ്രാമത്തിൽ കൺവെൻഷന് വേണ്ടി പാടുകയാണ്. ആ പാട്ട് പാടുമ്പോൾ ആ പാട്ട് പാടി കേട്ട ഒരാൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. അത് ആ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ല. അന്നേരം ദൈവസാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം മുമ്പിൽ വന്നിരുന്ന അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണിയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാട്ടുകൾക്ക് ഭയങ്കര ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ദൈവം സ്നേഹ സിസ്റ്റർ തന്നിരിക്കുന്നത് വലിയൊരു മിനിസ്ട്രിയാണ്. അനേകരെ കർത്താവിലേക്ക് നയിക്കാൻ കഴിയും. അപ്പം നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാട്ടുകൾ പാടുമ്പോൾ തീർച്ചയായിട്ടും അനേകർ ഹൃദയങ്ങളിൽ അവരെ ആശ്വാസം നൽകാൻ കഴിയും. അപ്പം അത് അനേകർക്ക് അനുഗ്രഹമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്നേഹ സിസ്റ്റർക്ക് ഏറ്റവും ടച്ചായിട്ടുള്ളൊരു ഗാനം, ഏറ്റവും അധികം മനസ്സിലെപ്പോഴും പാടാൻ തോന്നുന്നൊരു ഗാനം, ഒരു 2 ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാമോ? എനിക്ക് ഒരുപാട് ഗാനങ്ങളുണ്ട് കേട്ടോ, അറിയാലോ, 100 കണക്കിന്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഡോക്ടർ ബ്ലസ് മാം എഴുതിയൊരു സോങ്ങിൽ തിരുമുൻപിൽ കാഴ്ച വെച്ചിടാ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടവേ. വളരെ നന്നായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ശബ്ദം കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം ഇനിയും വഴി തുറക്കട്ടെ. ഇതൊക്കെ ഒരു പുതിയ ഇതിൻ്റെ തുടക്കമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ മാറട്ടെന്ന് ഞാൻ പറയുന്നത്. അനേകം ആളുകൾ അറിയട്ടെ. ഞാനിങ്ങനെയാണ്, ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളെ കഴിവുള്ള ഒത്തിരി ആളുകളുണ്ട്, കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ ആളുകൾ അറിയണം, അവർക്ക് അവസരങ്ങൾ ലഭിക്കണം. അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പം അടുത്തൊരു ഇതിലേക്ക് ഷോയ്ബറിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്.
ലൈഫിൽ കർത്താവിനെ അറിഞ്ഞു, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കർത്താവിനെ അറിഞ്ഞിറങ്ങുന്നു. ജീവിതത്തിൽ നേരിട്ട ഒത്തിരി പ്രതിസന്ധികൾ കാണും. എന്നാൽ ഇന്നും മറക്കാൻ കഴിയാത്ത ദൈവം വിടുതൽ നൽകിയ ഒരു പ്രതിസന്ധി എന്തായിരിക്കും? അത് എന്തിനു വേണ്ടി ഞാൻ ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ അവർക്ക് ഈ ഒരു ടെസ്റ്റ് മണി അനുഗ്രഹമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ റഷ്യയിലേക്ക് വന്ന് സ്നാനപ്പെടാൻ തീരുമാനിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ, സ്നാനപ്പെട്ട് പിറ്റേ ആഴ്ച വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ്. എൻ്റെ ജോലി നഷ്ടപ്പെട്ട് അന്ന് എൻ്റെ സ്പോൺസറായിരുന്ന വ്യക്തി ആ ദേശത്തെ അവിടുത്തെ റൂളിംഗ് ഫാമിലിയിൽപ്പെട്ട ആളാണ്, ഷെയ്ഖാണ്. അപ്പം അദ്ദേഹം എന്നോട് ഞാൻ പറഞ്ഞു ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ പുള്ളിയോടെയാണ് ആൾ പറയുന്ന, ഈ കമ്പനിയുടെ ഓണർ പറയുന്ന, എനിക്ക് പുള്ളിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ സ്പോൺസർ ആ പുള്ളിയോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, ഐ വിൽ ടേക്ക് ഹിം എന്ന് പറഞ്ഞു. 6 മാസത്തേക്ക് എനിക്ക് വേണ്ട ചിലവിനുള്ള പൈസ എല്ലാം തന്ന് ആ മനുഷ്യൻ എന്നെ അവിടെ നിർത്തി. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് എന്നെ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ പുള്ളി പ്രോത്സാഹിപ്പിച്ച് എനിക്ക് സപ്പോർട്ട് തന്ന് 6 മാസം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, ഇനി ഞാൻ നിനക്ക് സപ്പോർട്ട് തരില്ല, നീ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ പിന്നീട് ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ദൈവം എന്നെ ഓരോ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചാണ്. വിശ്വാസത്തിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ യാത്ര ചെയ്യാനുള്ളൊരു വാഹനം ഇദ്ദേഹം ഗിഫ്റ്റായിട്ട് തന്നു. ഞങ്ങൾ ബിസിനസ് വലിയ കുഴപ്പമില്ലാതെ ബിസിനസ്സൊക്കെ ചെയ്ത് അത്യാവശ്യം ജീവിക്കാനുള്ളതിനകത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വലിയൊരു പ്രതിസന്ധി വന്നു. ഇതേ മനുഷ്യൻ വേറൊരാളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് എന്നെ ആ രാജ്യത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു, കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പലപ്പോഴും അങ്ങനെ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞങ്ങൾക്കുണ്ടായിരുന്ന അന്ന് എനിക്ക് 3-4 വാഹനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പുള്ളി തിരിച്ചെടുത്തു. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ, എൻ്റെ മുമ്പിൽ എന്നെ വിളിച്ചിരുത്തി എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ വാഹനമൊക്കെ വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനവും പുള്ളി തിരിച്ചെടുത്തു. അപ്പോൾ ഞങ്ങൾ കരഞ്ഞ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞങ്ങളുടെ അവസ്ഥ നീ കണ്ടല്ലോ. പക്ഷെ ഞാൻ ഈ വാഹനം പുള്ളി എൻ്റെ നിന്ന് വാങ്ങിക്കുമ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ അറിയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ക്രിസ്ത്യനല്ല, മുസ്ലിമാണ്. പക്ഷേ പുള്ളി മുസ്ലിമിൽ തന്നെ വളരെ വളരെ എന്താ പറയുക, നമ്മൾ പറയുമല്ലോ, ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അത് അന്യജാതിക്കാരനാണെങ്കിൽ പോലും വളരെ മാന്യനായ ഒരു വ്യക്തി. അദ്ദേഹം ഒരു 100 കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഷോയ്, ആഫ്റ്റർ ഓൾ ദിസ് ഇസ് ഓൾ മെറ്റീരിയൽ തിങ്സ് ആൻഡ് ദ ഗോഡ് whom you serve, he is greater than him to give a better car than this. ഞാൻ കണ്ണ് നിറഞ്ഞു പോയി പുള്ളി ആ പറഞ്ഞ വാക്ക് കേട്ടിട്ട്. നീ സേവിക്കുന്ന ദൈവം ഇതിലും വലിയൊരു വാഹനം നിനക്ക് തരാൻ അദ്ദേഹത്തെ വലിയവനാണ്. ഞങ്ങളത് സ്നേഹമുണ്ട് കൂടെ, ഞങ്ങളത് കേട്ട് കരഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം ഇത് അദ്ദേഹം പറഞ്ഞ വാക്ക്, കാരണം നമുക്ക് പോലും അത് തോന്നിയില്ല. നമുക്കിത് കേട്ട് വളരെ സങ്കടം തോന്നി. തിരിച്ച് ഞങ്ങൾ വന്നു. ഞാൻ പുതിയൊരു കമ്പനി ഫോം ചെയ്തു. പക്ഷെ ദൈവം ഞങ്ങളെ ആ സാഹചര്യത്തിലൊക്കെ ഞങ്ങൾ പഠിച്ചൊരു പാഠം, ഇത്രയും പ്രതിസന്ധി, ഈ മനുഷ്യൻ, പഴയ സ്പോൺസർ ഓരോ ദിവസവും വിളിച്ച് എന്നോട് പറയും, ഇന്ന് നിന്നെ പോലീസ് ഏൽപ്പിക്കും. സ്നേഹിക്കുക, അത് കേട്ട് സങ്കടമായി, ഒത്തിരി ഭാരം, ഒത്തിരി വിഷമങ്ങളുണ്ടായി. എന്നെ അദ്ദേഹം 0 കൊണ്ടുവന്നു, കമ്പനിയെല്ലാം ക്യാൻസൽ ചെയ്തു. പക്ഷെ ആ സമയത്തെല്ലാം ഇങ്ങേ സൈഡിൽ നിന്ന് ദൈവം ഞങ്ങളെ പതുക്കെ കരുതുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇതൊന്നും ഒരു കുറവും കൂടാതെ കാര്യങ്ങളെല്ലാം നടത്തി തന്നു. വേറൊരു കമ്പനി ഫോം ചെയ്ത് ബിസിനസ് എല്ലാം അങ്ങോട്ട് മാറ്റി. അത് കഴിഞ്ഞ് പുതിയൊരു സ്പോൺസർ വന്നു. അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചു, നിനക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ, ഏത് വണ്ടിയാണ് വേണ്ടത്? ഞങ്ങൾ രണ്ടുപേരും മേളിലേക്ക് നോക്കി കണ്ണ് നിറഞ്ഞ ദൈവത്തോട് പറഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ വിശ്വാസം. അത് കാര്യം മെറ്റീരിയൽ തിങ് ആണ്, എന്നാൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ദൈവമാണ്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ ദോഹയിൽ, ഞങ്ങൾ കുടുംബമായിട്ട് 13 വർഷം ദോഹയിലുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങൾ, അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് മെറ്റീരിയൽ തിങ്സ് ആണെങ്കിലും അല്ലാതെയുള്ളതാണെങ്കിലും എല്ലാ രീതിയിലും, നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള അവഗണനകളായാലും അവഹേളനങ്ങളായാലും എല്ലാത്തിലൂടെ ദൈവം ഞങ്ങളെ കടത്തി. പക്ഷേ ഞങ്ങൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ദൈവം നമ്മളെ പണിയുന്നതാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ ദൈവത്തോട് അടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന പാഠങ്ങളാണ്. അത് ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച വലിയൊരു പാഠമാണ്. ഒരു ദിവസം പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ദൈവം കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്കാണ്
കൂടുതൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളത് അനുഭവിച്ചറിഞ്ഞവരാണ്. ദൈവത്തിൻ്റെ അടി ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവം ഞങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അല്ല, അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തെങ്കിലേക്ക് കൂടുതൽ, ദൈവത്തിന് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്, ഞങ്ങളത് തിരിച്ചറിയുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്നവരാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വലിയൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ചെറിയ ചെറിയ പ്രതിസന്ധികൾ കടന്നു പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് തീർച്ചയായിട്ടും ആ ടെസ്റ്റ് മണി കേട്ടപ്പം ദൈവം എത്ര വിശ്വസനാണെന്ന് ഞാൻ ചിന്തിക്കുക. ദൈവത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാനോ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ വചനമൊക്കെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയണം ഇങ്ങനെയുള്ള ടെസ്റ്റ് മണി കേൾക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും അവസാനമായിട്ട് ഞാൻ സ്നേഹ സിസ്റ്ററിലേക്ക് വരുന്ന ഒരു കാര്യം, എനിക്ക് മുമ്പ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഡോക്ടർ ആയെങ്കിലും പക്ഷേ ആ ഒരു പ്രൊഫഷനിലേക്ക് കൂടുതൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതലും കർത്താവിൻ്റെ മിനിസ്ട്രിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു തലമുറ മറന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അവരെ ദൈവം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തെ മറന്ന് മുമ്പോട്ട് പോകുന്ന ആ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പിന്നെ ജോലി, അവരുടെ ഫാമിലി ലൈഫ് അവരങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. ഈവൻ സൺഡേ വർഷിപ്പിന് പോലും പോകാൻ മടിക്കുന്ന ഒരു തലമുറ, ഒരു ജനറേഷൻ. എനിക്കിത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ദൈവം നല്ലൊരു പ്രൊഫഷൻ തന്നിട്ടും അതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ചു കുടുംബം തന്നെ നിങ്ങൾ കുടുംബമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഇന്നത്തെ ജനറേഷനോട് പറയാനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് എന്താണ്? അതായത് ദൈവം ഇങ്ങനെ നല്ലൊരു എഡ്യൂക്കേഷൻ തന്നു, നല്ലൊരു പ്രൊഫഷൻ തന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി കൂടുതൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറ അതിന് ഓപ്പോസിറ്റായിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു 2 വാക്ക് അതിനെക്കുറിച്ച് പറയാൻ കാണും. തീർച്ചയായിട്ടും ഇങ്ങനൊരു പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് മാത്രമല്ല ഞാൻ ഇന്നിങ്ങനെ നിൽക്കുന്നത്. പേഴ്സണലി ഐ ഹാവ് ടേസ്റ്റഡ് ആൻഡ് സീൻ ദാറ്റ് മൈ ലോർഡ് ഈസ് ഗുഡ്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ചില അനുഭവങ്ങളിൽ കൂടി കടത്തി വിടുമ്പോൾ ഹി വിൽ ബ്രിങ് us to ultimate point where God and me, ആ ഒരു പോയിന്റിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ആ ബ്രേക്ക് ത്രൂയിലാണ് കർത്താവിനോടുള്ള അമിതമായ സ്നേഹം നമ്മളിൽ വർദ്ധിക്കുന്നത്. ഈവൻ അറ്റ് ദ ക്രോസ് ഓഫ് കാൽവറി ജീസസ് ക്രൈഡ് ഔട്ട്, പിതാവേ നീ എന്നെ കൈവിട്ടു എന്തോ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം. ദൈവം സ്നേഹിക്കുന്നവർ ദൈവം ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കും. ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കാതെ അങ്ങ് എന്തിൻ്റെയൊക്കെ പുറകിലങ്ങ് ഓടുക. ദേ ആർ ഫൈൻഡിങ് കംഫർട്ട് ഇൻ ദിസ് വേൾഡ്ലി പ്ലഷേഴ്സ്. പക്ഷെ തീർച്ചയായിട്ടും ദൈവം സീലിട്ട അടയാളമിട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ കോളിംഗ് ഉള്ള ഒരു വ്യക്തി ഉണ്ടോ, ഗോഡ് വിൽ ബ്രിങ് us to that ultimate point. നമ്മൾ ഇച്ചിരി മാറിപ്പോയാലും അകന്നു പോയാലും ഗോഡ് ഈസ് ഗോഡ്. ഈ ഗോഡ് നമ്മൾ മനുഷ്യനെ പോലല്ല. ഹീ ഓപ്പൺസ് ഹിസ് ആംസ് ആൻഡ് റിസീവ്സ്, ഈസ് വെയിറ്റിംഗ് ടു റിസീവ്. ആരായാലും അതൊന്ന് തലമുറ തിരിച്ചറിഞ്ഞാൽ മതി. എനിക്ക് ഇന്നത്തെ യുവതലമുറയോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, if you have sinned or if you have fallen away, don't go away like that thinking that God will not forgive you. or ചിലപ്പോൾ മനുഷ്യൻ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, മനുഷ്യൻ തള്ളിക്കളയും, ടെല്ലിങ് മനുഷ്യൻ തള്ളിക്കളയും. പക്ഷെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്, കർത്താവ് നമ്മളെ കരങ്ങൾ നീട്ടി സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ, യുവജനങ്ങൾ സൂയിസൈഡിലും ഡ്രഗ്സിലേക്കും പോകുന്നത്. God loves us and nothing can separate us from the love of Christ. Nothing. എന്ത് വന്നോ മടങ്ങി കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വാ. എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് ഇതാണ്. കം ബാക്ക്. ഒരു മിനിറ്റ് പോലും കളയാതെ കം ബാക്ക്. ഗോഡ് ലവ്സ് യു സോ മച്ച്. കം ബാക്ക്. എനിക്കതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അത് ഒത്തിരി സന്തോഷം തോന്നുക. നിങ്ങൾ 2 പേരുടെയും വാക്കുകളും ടെസ്റ്റിമോണീസും കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോടിപ്പോൾ ചോദിക്കുന്നെങ്കിലും എനിക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നാതെ. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓഡിയൻസ് ഒരുപക്ഷെ ഒത്തിരി പ്രതിസന്ധിയുടെ കടന്നു പോകുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ പേരൻസ് കാണുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കാണുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. ദൈവത്തിനുള്ള പദ്ധതി ഒരു വാക്കുണ്ടല്ലോ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ആണ്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു വേർഡുകളാണ്. കാരണം ദൈവത്തിൻ്റെ ആ ഒരു സമയം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവഹിതം നമ്മുടെ നിന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ടെസ്റ്റിമണി കേട്ടപ്പോൾ എനിക്കും അതാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഫുൾ ടൈം നിങ്ങളുടെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. സോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളിൽ നിറവേറുകയാണ്. ഈ ദിവസങ്ങളിൽ അത് കൂടുതൽ വർദ്ധിക്കട്ടെ. തീർച്ചയായിട്ടും എക്സൽ ടീമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓഡിയൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഇത് അനേകർക്ക് ആശ്വാസമായി മാറട്ടെ. നിങ്ങളുടെ ആ ഒരു
പ്രൊഫഷൻ നിങ്ങൾക്ക് ദൈവം നല്ലൊരു പ്രൊഫഷൻ തന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നത് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറകൾക്ക് ഇതൊരു നല്ലൊരു സന്ദേശമായിട്ട് മാറട്ടെ. തീർച്ചയായിട്ടും കുടുംബമായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോലി മേഖലകളിലെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫേസ് ടു ഫേസ് എന്ന എക്സൽ മീഡിയ ടിവിയുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് ഷോയ് വർഗീസ് ആൻഡ് ഡോക്ടർ സ്നേഹ ഷോയ്. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കേട്ട എല്ലാ ദൈവദാസന്മാരെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ നന്ദിയെ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.